ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സ്ലീപ്പ് ഓവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഞങ്ങൾ പോയി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഞങ്ങൾ 6 പേരിൽ 3 പേരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ആ 3 പേരുടെ വീട്ടിലാണ് ഇന്നത്തെ സ്ലീപ്പ് ഓവർ. പിന്നെ കഴിക്കാനായിട്ട് സ്പെഷ്യൽ എന്താണെന്ന് ചോദിക്കണ്ടല്ലോ, ബിരിയാണി തന്നെ. ഞങ്ങളുടെ ഈ സ്കൂൾ ബ്ലോക്കിൻ്റെ ലാസ്റ്റ് ഡേ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സ്ലീപ്പ് ഓവർ പ്ലാൻ ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇവരൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഒക്ടോബർ തൊട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയല്ലായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടിക്കൽസിനും പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ക്ലാസ് തുടങ്ങുമ്പോഴാണ് ഇവരെ പിന്നെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര അങ്ങ് കമ്പനി ആവാനായിട്ട് അധികം ടൈമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും ഈ സ്കൂൾ ബ്ലോക്ക് തീരാറായപ്പോഴത്തേനും ഞങ്ങൾ നല്ല കമ്പനിയായിട്ടോ. ഒരു ദിവസം പെട്ടെന്ന് ക്ലാസ് ഇരുന്നപ്പം പ്ലാൻ ചെയ്താണ് ഈ സ്ലീപ്പ് ഓവർ. ഇനി വീണ്ടും 3 ആഴ്ച ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ബ്ലോക്കാണ്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കേ ഇനി ക്ലാസ് ഉണ്ടാവും. ഞാൻ ജർമ്മനി വന്നിട്ട് എനിക്കങ്ങനെ ഒത്തിരി ഫ്രണ്ട്സൊന്നും ഇല്ല കേട്ടോ. എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഇവിടെ കുറേ ദൂരെയാണ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ പുറകോട്ടുമാണ്. പണ്ടിങ്ങനെ അല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്ന് ബിരിയാണി റെഡിയായി. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നഗറ്റ്സൊക്കെ ഉണ്ടാക്കി തിന്നതുകൊണ്ട് അധികം വിശപ്പില്ലായിരുന്നു. എങ്കിലും ബിരിയാണി തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരിക്കും നല്ലതായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് സർവമായ മൂവി കാണാമായിരുന്നു. ഓൾറെഡി ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഗെയിമൊക്കെ കളിച്ചാണ് ഇരുന്നത്. അപ്പം തന്നെ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് സിനിമ മുഴുവൻ കാണാൻ പറ്റിയില്ല. കിടന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനും ലേറ്റായി. പക്ഷെ നമുക്ക് വീട്ടിൽ പോകണ്ടേ. എനിക്കാണെങ്കിൽ ഇവിടുന്ന് 1.5 മണിക്കൂർ ട്രാവലും ഉണ്ട്. അങ്ങനെ രാവിലെ തന്നെ റെഡിയായി ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. ഇനി അടുത്ത സ്കൂൾ ബ്ലോക്കിൽ ഇവരൊക്കെ കാണാം. Bye.